വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചായ രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിന്റെ കക്കാട് മുതൽ വളാഞ്ചേരി വരെയുള്ള സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടായ രാമനാട്ടുകര മുതൽ കക്കാട് വരെയുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു, കാണാത്തവർ കാണുക. 39.68 കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ ദൈർഘ്യം. 3 വയഡക്ട്, 2 ഫ്ലൈ ഓവർ, ഒരു മേജർ ബ്രിഡ്ജ്, 7 മൈനർ ബ്രിഡ്ജ്, 16 വെഹിക്കിൾ ഓവർപാസ്, 9 വെഹിക്കിൾ അണ്ടർപാസ്, 2 ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്, 3 സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, ഒരു റെസ്റ്റ് ഏരിയ, ഒരു ബൈപ്പാസ്, ഒരു ടോൾ പ്ലാസ എന്നിവയാണ് ഈ റീച്ചിൽ വരുന്നത്. KNRCL എന്ന കമ്പനിയാണ് ഈ റീച്ചിന്റെ കോൺട്രാക്ടർ. ഈ റീച്ച് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര നിന്ന് ആരംഭിച്ച് വളാഞ്ചേരി അവസാനിക്കുന്ന ആദ്യത്തെ റീച്ചും വളാഞ്ചേരി നിന്ന് തുടങ്ങി കാപ്പിരിക്കാട് അവസാനിക്കുന്ന രണ്ടാമത്തെ റീച്ചിന്റെയും കോൺട്രാക്ടർ KNRCL തന്നെയാണ്. സർവീസ് റോഡിൽ നിന്ന് മെയിൻ കാരിയേജ് വേയിലേക്ക് കടക്കുന്ന എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എവിടെയെല്ലാമാണ് വരുന്നത്, ഒരു പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് നിയമലംഘനം ഈ റോഡിൽ നമുക്ക് കാണാം. 6 വരി പാതയിൽ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. 6 വരി പാതയിലെ പ്രധാന ഘടകമാണ് ലൈൻ ട്രാഫിക്കിംഗ്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. കോഴിച്ചന ഈ ഭാഗത്ത് ഇടതുവശത്തായി KNRCLന്റെ ഒരു മിനി യാർഡ് കാണാം. മറ്റൊരു വലിയ യാർഡ് വളാഞ്ചേരി ബൈപ്പാസിന്റെ തുടക്കത്തിലുമുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം നല്ല ആഴത്തിലാണ് റോഡ് എക്സ്കവേഷൻ ചെയ്തിട്ടുള്ളത്. നിലവിലെ പ്രതലം അനുയോജ്യമാക്കാൻ സർവീസ് റോഡുകൾ എലവേഷനിലുമാണ്. സൈഡ് വാളുകൾ സോയിൽ നെയിലിംഗ് ചെയ്തിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോയിൽ നെയിലിംഗ് മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകാതെ സംരക്ഷിക്കാനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ ആഴത്തിൽ ഏതാണ്ട് 1.5 മീറ്റർ അകലങ്ങളിൽ തുരക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ സുഷിരങ്ങളിൽ ഉരുക്കു കമ്പികൾ തുളച്ചു കയറ്റും. ഈ കമ്പികൾ 10 മുതൽ 20 ഡിഗ്രി വരെ ചെരിവിലാണ് സ്ഥാപിക്കുന്നത്. ഉയരം കൂടുന്തോറും ഉരുക്കു കമ്പികൾ ആഴത്തിൽ തുളച്ചു കയറ്റുകയാണ് രീതി. തുടർന്ന് ഇവരെ പരസ്പരം ഉരുക്കുവല ഉപയോഗിച്ച് ആവരണം ചെയ്യും. ഇതിനെ ഷോർട്ട് ക്രീറ്റ് എന്നാണ് വിളിക്കുന്നത്. ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകൾ സംരക്ഷിക്കുന്നതിനാണ് അതോറിറ്റി ഇത്തരം ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. മഴക്കാലത്ത് മണ്ണിടിഞ്ഞു വീണ് വീടുകൾ അപകടത്തിലാകാതിരിക്കാനാണിത്. കഴിഞ്ഞ മഴക്കാലത്ത് കല്യാശ്ശേരിയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് സോയിൽ നെയിലിംഗ് നടത്തി പരിഹരിച്ചിരുന്നു. മലപ്പുറം ജില്ലയിൽ ആകെ 2 ബൈപ്പാസ് ആണ് വരുന്നത്, കോട്ടയ്ക്കൽ ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാസും. ഒന്നാമത്തെ റീച്ചിൽ വരുന്നതാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്. വളാഞ്ചേരി ബൈപ്പാസിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ റീച്ച് അവസാനിക്കും. വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത് രണ്ടാമത്തെ റീച്ചിലാണ്. നല്ല പ്രകൃതി മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു ബൈപ്പാസാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്. എടരിക്കോട് ആരംഭിച്ച് ചെനക്കലാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. 3 വയഡക്റ്റുകൾ ഈ റീച്ചിൽ വരുന്നുണ്ട്. അതിൽ 2 വയഡക്റ്റുകൾ വരുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിലാണ്. ഒന്ന് പാലച്ചിറമാട്, മറ്റൊന്ന് സ്വാഗതമാട്. അതുപോലെ ഈ റീച്ചിൽ 2 ഫ്ലൈ ഓവറിൽ ഒന്ന് വരുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിലാണ്. കൂടാതെ 3 മൈനർ ബ്രിഡ്ജ്, ഒരു സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, ഒരു വെഹിക്കിൾ ഓവർപാസ് എന്നിവ അടങ്ങുന്നതാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ്. 4.42 കിലോമീറ്ററാണ് ഈ ബൈപ്പാസിന്റെ ദൈർഘ്യം. എടരിക്കോട്, ചങ്കുവെട്ടി, കോട്ടയ്ക്കൽ ടൗണുകൾ കടക്കാൻ മാത്രം ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം എടുക്കാറുണ്ട്. ഈ ടൗണുകളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് വരുന്നത്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ പിറവിയെടുത്ത സ്ഥലമാണ് കോട്ടയ്ക്കൽ. മലപ്പുറത്തു നിന്നും ലോകത്തോളം വളർന്ന ആയുർവേദ സ്ഥാപനമാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. ആയുർവേദത്തിന്റെ പര്യായമായി മാറിക്കഴിഞ്ഞ ആര്യവൈദ്യശാല 1902 സ്ഥാപിച്ചത്. ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ PS വാര്യർ ഒരു വൈദ്യൻ മാത്രമായിരുന്നില്ല, സാമൂഹിക ഇടപെടലുകൾ നടത്തിയ വ്യക്തി കൂടിയായിരുന്നു. ആയുർവേദത്തിന്റെ പ്രചാരണത്തിനായി ഒരു നൂറ്റാണ്ട് മുൻപ് പിറവിയെടുത്ത സ്ഥാപനമാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. വൈദ്യരത്നം PS വാര്യറാണ് ആര്യവൈദ്യശാല സ്ഥാപിച്ചത്. മരുന്ന് നിർമ്മാണം, ഗവേഷണ ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങി ആയുർവേദവുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലെല്ലാം ആര്യവൈദ്യശാലയുടെ മുൻകൈയുണ്ട്. നിരവധി വിദേശികളാണ് കോട്ടയ്ക്കലിൽ ആയുർവേദ ചികിത്സയ്ക്കായി എത്തുന്നത്.
മലബാർ സമരകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അതിക്രമങ്ങൾക്ക് ഇരയായ നാട്ടുകാർക്ക് ഭക്ഷണവും ചികിത്സയും ഒരുക്കാൻ മുന്നിൽ നിന്ന ചരിത്രം കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ നിരവധി പേർ ചികിത്സയ്ക്കെത്തിയിട്ടുള്ള ആര്യവൈദ്യശാല ലോകത്തിനു മുന്നിൽ മലപ്പുറത്തിന്റെ യശസ്സുയർത്തി. കോട്ടയ്ക്കൽ ബൈപ്പാസിൽ സ്വാഗതമാട് ഈ ഒരു ഭാഗത്താണ് ഇനി നിർമ്മാണം കഴിയാനുള്ളത്. ഇവിടെ എക്സ്കവേഷന്റെ ഭാഗമായി പാറകൾ പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നാം, ഈ പാറകൾ പൊട്ടിച്ചെടുക്കുന്നത് ഇത്ര ഭാരം നിറഞ്ഞ ജോലിയാണോ? സാധാരണയായി കണ്ടുവരുന്ന ബ്ലാസ്റ്റിംഗ് ചെയ്താൽ പോരെ. എന്നാൽ നമ്മളുടെ ദ എക്സ്പ്ലോസീവ് ആക്ട് 1884 ഇതിന് അനുവദിക്കുന്നില്ല. പീപ്പിൾ റിസൈഡിംഗ് ഏരിയയും ഇതുകൊണ്ടുണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റും തന്നെയാണ് കാരണം. ആധുനിക മെഷീനറികൾ ഉപയോഗിച്ച് വൈബ്രേഷനും ഇമ്പാക്റ്റും മാക്സിമം കുറച്ചുകൊണ്ടാണ് ഈ പ്രക്രിയ നടക്കുക. ടൈം കൺസ്യൂമിംഗ് ആണെങ്കിലും സംഗതി സ്മൂത്താണ്. ഇവിടെ മാത്രമല്ല, നാഷണൽ ഹൈവേയുടെ എല്ലാ സ്ഥലങ്ങളിലും റോക്ക് ഫ്രാഗ്മെന്റേഷന് ഈ ഒരു മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ തൃശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മെയിൻ കാരേജ് വേ വഴി വന്ന് ചെനക്കൽ ഈ ഒരു ഭാഗത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് ഡൈവേർജ് ആവുകയും കുറച്ചു മുൻപ് നമ്മൾ കണ്ട പാറ പൊട്ടിക്കുന്നതിനടുത്തുള്ള വെഹിക്കിൾ ഓവർപാസിലൂടെ യു ടേൺ എടുത്ത് കുറച്ച് മുൻപോട്ട് പോയി ഇടത്തോട്ട് ചെനക്കൽ പഴയ NH റോഡിലേക്ക് കടന്ന് കോട്ടയ്ക്കൽ ടൗൺ വഴിയാണ് കടന്നു പോകുന്നത്. 4.42 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോട്ടയ്ക്കൽ ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് പഴയ NHുമായി കണക്ട് ആവുകയും ചെയ്യുന്നു. ഇനി 8 കിലോമീറ്ററാണ് ഈ റീച്ചിൽ ബാക്കിയുള്ളത്. സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ അരോചകമായി തോന്നിയേക്കാം. എന്നാൽ ഇതിന്റെ മുകളിൽ പ്ലാസ്റ്ററിംഗ് വർക്കുകൾ കൂടി കഴിഞ്ഞാൽ ഇതൊന്ന് മൊഞ്ചാകും. ലൈൻ മാർക്കിങ്ങും ഈ ഭാഗങ്ങളിൽ ചെയ്യാനുണ്ട്. VMS സ്പീഡ് സെൻസറിംഗ് ബോർഡാണ് ഈ കാണുന്നത്. നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലൈവ് സ്പീഡ് നമുക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കും. വിത്തിൻ സ്പീഡ് ലിമിറ്റ് ആണെങ്കിൽ ഗ്രീൻ കളറും അമിത വേഗതയിലാണെങ്കിൽ റെഡ് കളറും ആയിരിക്കും. സ്പോട്ടിൽ ഫൈൻ വരാനുള്ള ചാൻസുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും പെനാൽറ്റിയും അതിലേറെ നമ്മുടെ സുരക്ഷയും കണക്കിലെടുത്ത് വിത്തിൻ സ്പീഡ് ലിമിറ്റ് ആൻഡ് സേഫ് സ്പീഡിൽ വാഹനം ഓടിക്കുക. പല സ്ഥലങ്ങളിലും ഈ VMS സ്പീഡ് സെൻസറിംഗ് ബോർഡുകൾ കാണാം. കേരളത്തിലെ എല്ലാ ഹൈവേകളിലും ഓരോ കിലോമീറ്ററുകളിലും ക്യാമറകൾ വരുന്നുണ്ട്. സ്പീഡ് ക്യാമറയാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ NHAI 360 ഡിഗ്രി ക്യാമറകൾ വിന്യസിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം റോഡ്, പാലം എന്നിവയുടെ പരിശോധനയും മെയിൻ്റനൻസ് നിരീക്ഷണവും റോഡിന്റെയും ചുറ്റുപാടുകളുടെയും സമഗ്രവും പനോരമിക്കും ആയിട്ടുള്ള കാഴ്ചകൾ പകർത്താനും ലൈവ് ട്രാഫിക് മോണിറ്ററിങ്ങിനും എന്തെങ്കിലും അപകടം നടന്നാൽ പ്രൈമറി സേവനങ്ങൾ റോഡ് യൂസേഴ്സിലേക്ക് എത്തിക്കാനും ഫർദർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഈ ക്യാമറ ഉപയോഗിക്കാം. മാത്രമല്ല, വേണ്ടി വന്നാൽ ട്രാഫിക് വയലേഷൻസിനും പ്രോപ്പർ ലെയിൻ ട്രാഫിക് കീപ്പ് ചെയ്തില്ലെങ്കിലും ഫൈനും വരാം. ഇതുകൂടാതെ നാഷണൽ ഹൈവേകളിൽ കൺസേൺഡ് സ്റ്റേറ്റിന്റെ MVD പോലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ക്യാമറ വെക്കാനുള്ള പ്രൊവിഷനുമുണ്ട്. MVD ക്യാമറ വെച്ചാൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, ചറപറ ഫൈൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായി വാഹനം ഓടിക്കുക. ഫൈനിനേക്കാൾ വില നമ്മുടെ ജീവനുണ്ട്, ശ്രദ്ധിക്കുമല്ലോ. കാലിക്കറ്റ് ബൈപ്പാസിലെ പന്തിരാങ്കാവ് കഴിഞ്ഞാൽ അടുത്ത ടോൾ പ്ലാസ വരുന്നത് ഏതാണ്ട് 50 കിലോമീറ്ററിന് ശേഷം വെട്ടിച്ചിറയിലാണ്. എല്ലാ ടോൾ പ്ലാസയിലും ഒരേ നിരക്കായിരിക്കില്ല. ഒരു ടോൾ പ്ലാസ പരിധിയിൽ വരുന്ന റോഡിൽ എത്ര കിലോമീറ്റർ ദൂരം, അതുപോലെ ആ ഒരു പരിധിയിൽ വരുന്ന സ്ട്രക്ചറുകളുടെ, അതായത് ഫ്ലൈ ഓവർ, വയഡക്റ്റ്, അണ്ടർപാസ്, ഓവർപാസ് എന്നിവയുടെ എണ്ണം, ലെങ്ത്, വിഡ്ത്ത് എന്നിവ കണക്കിലെടുത്ത് സ്പെസിഫിക് കാൽക്കുലേഷനിലാണ് ടോൾ നിരക്ക് നിശ്ചയിക്കുക. അതുപോലെ ടോൾ റോഡിൽ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എല്ലാവരും 1033 എന്ന നമ്പർ ഓർത്തു വെക്കുക. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആംബുലൻസ്, ഫയർഫോഴ്സ് സേവനങ്ങൾ ലഭ്യമാകും. റോബറി അറ്റംപ്റ്റിൽ ട്രാപ്പ് ആവുകയാണെങ്കിൽ ഹൈവേ പോലീസിന്റെ സഹായവും എത്തും. മാത്രമല്ല, വാഹനം കേടായാൽ അല്ലെങ്കിൽ പഞ്ചറായാൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഉടനടി ടോ വെഹിക്കിൾ അല്ലെങ്കിൽ ക്രെയിൻ സർവീസ് നിങ്ങൾക്ക് ലഭിക്കും. നിയറസ്റ്റ് വർക്ക്ഷോപ്പ് വരെ സൗജന്യമായി ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇനി നിങ്ങളുടെ വാഹനം പെട്രോൾ കഴിഞ്ഞ് വഴിയിൽ കുടുങ്ങിയാലും പരമാവധി വാഹനം ഒതുക്കി പാർക്ക് ചെയ്ത് ഹസാർഡ് ലൈറ്റും ട്രയാങ്കിൾ വാർണിംഗ് ബോർഡുകളും വെക്കുക. ശേഷം ഉടനടി ഹെൽപ്പ് ലൈനിൽ വിളിച്ച് കാര്യം അറിയിച്ചാൽ ഫ്യൂവലും നിങ്ങളുടെ അരികിലെത്തുന്നതാണ്. എന്നാൽ ഇതിന് ഫ്യൂവലിന്റെ എക്സ്പെൻസ് കൊടുക്കേണ്ടതാണ്. ഇനി 1033യുടെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നേരത്തെ പറഞ്ഞ സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് 2 ഓപ്ഷനുകളാണ് ഉള്ളത്. അടിയന്തര സഹായം ആവശ്യം വന്ന സ്ഥലം ഏത് ടോൾ പ്ലാസയുടെ അണ്ടറിലാണ് എന്ന് മനസ്സിലാക്കി ആ ടോൾ പ്ലാസയിൽ വിളിച്ചാൽ ആവശ്യമുള്ള സേവനം ഉടനെ നിങ്ങളിലേക്ക് എത്തും.
ഇനി ഏത് റോഡാണ്, ഏത് ടോൾ പ്ലാസയാണ് എന്ന് മനസ്സിലാവാത്തവർ നിങ്ങളുള്ള സ്ഥലത്തിന്റെ NH നമ്പറും ചെയിനേജ് നമ്പറും ആദ്യം അറിയുക. ശേഷം മെയിൻ കൺട്രോൾ റൂമായ 1033-ൽ വിളിച്ച് നിങ്ങളുള്ള സ്ഥലത്തിന്റെ ചെയിനേജും നിങ്ങളുടെ പേർപ്പസും വിളിച്ചു പറഞ്ഞാൽ കൺട്രോൾ റൂമിൽ നിന്ന് നിങ്ങളുടെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്ത് നിയറസ്റ്റ് ടോൾ പ്ലാസയിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. പിന്നീട് ആവശ്യ സേവനം നിങ്ങളിലേക്ക് എത്തും. ചെയിനേജ് എന്നാൽ സ്ഥലങ്ങളുടെ യുണീക്ക് കോഡുകളാണ്. ഓരോ 100 മീറ്ററിലും ഈ കോഡുകൾ റോഡിൽ കാണാം. അടിപൊളി റോഡും ഇത്രയും സേവനങ്ങളും നമുക്ക് ടോൾ കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ടോൾ കൊടുക്കുന്നതിൽ നിരാശ വേണ്ട. പൈസയെക്കാളും വലുതല്ലേ നമ്മുടെ സമയം. അങ്ങനെ നമ്മൾ ഏതാണ്ട് ടോൾ പ്ലാസയിലേക്ക് എത്തുകയാണ്. ടോൾ പ്ലാസകളുടെ അരികിൽ താമസിക്കുന്നവർക്ക് എക്സംഷൻ ലഭിക്കുമോ എന്ന് എല്ലാവർക്കുമുള്ള സംശയമാണ്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ റേഡിയസിൽ താമസിക്കുന്നവർക്ക് എക്സംഷനോടുകൂടെ മന്ത്ലി പാസ് ലഭിക്കുന്നതാണ്. 300 to 400 രൂപ വരെയാണ് ഇതിന്റെ ചാർജ് വരുന്നത്. എന്നാൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് എക്സംഷൻ അനുവദനീയമല്ല. മറ്റുള്ളവർക്കും മന്ത്ലി പാസ് ലഭിക്കും. എന്നാൽ 20 കിലോമീറ്റർ റേഡിയസിന് പുറത്താണെങ്കിൽ എക്സംഷൻ ഉണ്ടാകില്ല. ലൈനുകളാണ് ടോൾ പ്ലാസയിൽ ഉണ്ടാവുക. ഇതിൽ 2 കൗണ്ടറുകളിൽ ലിക്വിഡ് ക്യാഷ് കൊടുക്കാം. ബാക്കിയെല്ലാം സ്കാൻ ആൻഡ് ഗോ ഫാസ്ടാഗ് കൗണ്ടറുകളാണ്. 2 ക്യാഷ് കൗണ്ടർ ഉണ്ട് എന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ. ഈ കൗണ്ടറുകളിൽ ഫാസ്ടാഗ് ഇല്ലാത്തതിന്റെ പെനാൽറ്റി അടക്കം ഡബിൾ ചാർജ് ആണ് ഈടാക്കുക. അതുകൊണ്ട് വാഹനത്തിൽ ഫാസ്ടാഗ് ഇല്ലാത്തവർ ഫാസ്ടാഗ് ഘടിപ്പിക്കുക. ബാലൻസ് ഇല്ലാത്തവർ ടോപ്പ് അപ്പ് ചെയ്ത് തയ്യാറായിരിക്കുക. ടോൾ പ്ലാസയ്ക്ക് സമീപമായി ഇരുവശങ്ങളിലും വാഷ്റൂം അടങ്ങുന്ന റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്. യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ മലപ്പുറത്തിന്റെ 39.68 കിലോമീറ്റർ ഉള്ള ഒന്നാമത്തെ റീച്ച് കാരിപ്പോൾ വെഹിക്കിൾ ഓവർപാസ് കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചാണ്. വട്ടപ്പാറ വയഡക്റ്റ് വരുന്നത് 2ാമത്തെ റീച്ചിലാണ്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ആ എഞ്ചിനീയറിംഗ് വിസ്മയമായ വട്ടപ്പാറ വയഡക്റ്റ് ഒന്ന് കണ്ടുവരാം. ഹൈവേ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും മെയിൻ കാരേജ് വേയിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം, എങ്ങനെ എൻട്രി ചെയ്യാം. മെർജിംഗ് പോയിന്റുകൾ എവിടെയെല്ലാം. ഒരു മെർജിംഗ് പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത മെർജിംഗ് പോയിന്റ് എവിടെയായിരിക്കും. അതുപോലെ ഒരു മെർജിംഗ് പോയിന്റിലൂടെ പുറത്തു കടന്നാൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പോകാൻ പറ്റുക, ഏതെല്ലാം സ്റ്റേറ്റ് ഹൈവേ ലോക്കൽ റോഡിലേക്കാണ് കണക്ട് ആവുക തുടങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഈ റീച്ചിന്റെ മാത്രമല്ല കേരളത്തിലെ എല്ലാ റീച്ചിന്റെയും വീഡിയോ ചെയ്യുന്നതാണ്. അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വട്ടപ്പാറ വളവും വളാഞ്ചേരി നഗരവും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. വയലുകൾക്കും തോടുകൾക്കും മുകളിലൂടെയാണ് പാത കടന്നു പോകുന്നത്. 4 കിലോമീറ്ററിലധികം വരുന്ന പുതിയ ബൈപ്പാസിൽ 2 കിലോമീറ്ററോളം വയഡക്റ്റാണ് എന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH വർക്കുകൾ നടക്കുകയാണ്. അതിൽ നിർമ്മാണം പൂർത്തിയായ റീച്ചുകളും വരും മാസങ്ങളിൽ ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന റീച്ചുകളും നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ, കോസ്റ്റൽ ഹൈവേ തുടങ്ങിയ എല്ലാ പ്രൊജക്ടുകളുടെയും ഡ്രോൺ വീഡിയോയും ഡീറ്റെയിൽഡ് പ്രൊജക്ട് വീഡിയോയും ചെയ്യുന്നതാണ്. ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങളുടെയോ റീച്ചുകളുടെയോ അപ്ഡേറ്റുകൾ അറിയണമെങ്കിൽ കമന്റിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇൻസ്റ്റന്റ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.